ശബരിനാഥൻ സംസാരിക്കുന്നു. ഇടുക്കി മേഖലയിൽ ഉണ്ടായപ്പോൾ അതിനെ തരണം ചെയ്യാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. UDF തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇത്രയും സീറ്റുകൾ ഇപ്പോൾ എണ്ണി കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മൾ വിചാരിച്ച കണക്കിലേക്ക് തന്നെ UDF എത്തും തീർച്ചയായിട്ടും. ഇവിടെ എന്താണ് പ്രധാനമായി കള്ളവോട്ട് ആരോപണം മഞ്ജുവിലടക്കം വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വഴി വെച്ചിരുന്നു. അപ്പോൾ അത്തരം ഒരു ആരോപണം UDFന്റെ ഭാഗത്തു നിന്ന് അതിന് ഫുൾ കണക്കുകൾ വരട്ടെ. 100 സീറ്റിന്റെ കണക്ക് വന്നിട്ട് ബാക്കി പറയാം. പക്ഷേ ആത്യന്തികമായി ഇവിടെ LDFന്റെ ഒരു ഭരണം മാറണം ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് UDFിലൂടെ പറ്റുമെന്നുള്ള വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ സീറ്റുകളുടെ കണക്കുകളിലേക്ക് വരട്ടെ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയും. 100 സീറ്റ് വേണ്ടട്ടെ. ശരി, അതാണ് ആത്യന്തികമായി ഇടതുപക്ഷം ഭരണത്തിൽ നിന്ന് മാറണം എന്ന ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് നേട്ടമാക്കി മാറ്റാൻ തിരുവനന്തപുരത്ത് കോൺഗ്രസിന് സാധിക്കാതെ പോകുന്നു. ആ നേട്ടം NDA കൊണ്ടുപോകുമോ എന്നാണ് അറിയേണ്ടത്. NDA ഇപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അതേ നിലയിൽ തന്നെ തുടരുന്നുണ്ട്. അതിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. 51 സീറ്റുകളിൽ വിജയിച്ചാൽ മാത്രമാണ് NDAക്ക് കോർപ്പറേഷൻ ഭരിക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇത്തവണ സാധിക്കുകയുള്ളൂ. ആ സ്വപ്നയാത്രയാണ് ഇപ്പോൾ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ലക്ഷ്യത്തിലേക്ക് എത്തുമോ എന്നതിന് ഇനിയും അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAയുടെ മുന്നേറ്റം തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. കോർപ്പറേഷനുകളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ 4 ഇടങ്ങളിൽ UDFന്റെ മേൽക്കൈ എന്നതും എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് മാത്രം കണ്ണൂർ മാത്രമായിരുന്നു UDFന് ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തവണ തൃശ്ശൂരിൽ ഭരണം ഉറപ്പിക്കുന്നു. കൊച്ചിയിൽ അവർ ഭരണം ഉറപ്പിച്ചു കഴിയുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതിനും അപ്പുറത്ത് കൊല്ലം ഞെട്ടിക്കുന്ന ഫലമാണ്. ഇതാ UDFന്റെ പട്ടിക പരിശോധിക്കൂ. UDF 35 എടുത്താണ് തൃശ്ശൂരിൽ മുന്നിട്ട് നിൽക്കുന്നത്. 29 സീറ്റുകളിൽ വിജയിക്കാനായാൽ UDFന് ഭരണം നേടാൻ പറ്റുന്ന തൃശ്ശൂരിൽ വ്യക്തമായ ആധിപത്യം 35 സീറ്റുകളിൽ മേൽക്കൈ നേടുന്നു എന്നുള്ളതാണ്. അങ്ങനെ കൊച്ചിയും തൃശ്ശൂരും ഇതാ UDF ഭരിക്കാൻ പോകുന്നു എന്നത് ഉറപ്പിക്കുകയാണ്. കൊല്ലത്ത് അട്ടിമറിയിലൂടെ UDF അധികാരത്തിലേക്ക് വരുന്നു എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. കോർപ്പറേഷൻ കണ്ണൂർ ഇത്തവണയും കൈവിടുന്നില്ല. കണ്ണൂരിലും വലിയ മുന്നേറ്റം തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളുടെ പട്ടിക പരിശോധിച്ചാൽ അവിടെയും UDF അതിശക്തമായ പോരാട്ടം ആണ് കാഴ്ചവെച്ചത് എന്നത് നമുക്കറിയാൻ സാധിക്കും. കാരണം 2-ൽ നിന്ന് അതല്ല എങ്കിൽ 3-ൽ നിന്ന് സാങ്കേതികമായി 2 എന്ന് തന്നെ പറയാം, 2ഇടത്ത് മാത്രമായിരുന്നു മേൽക്കൈ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള UDF ആണ് ഇപ്പോൾ 7 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ശക്തമായ ഒരു തിരിച്ചുവരവ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണ നിലയിൽ ഉണ്ടാകാറുള്ള ഇടതുപക്ഷത്തിന്റെ മേൽക്കൈ അപ്രമാദിത്യം തകരുകയാണോ എന്ന് സംശയിക്കപ്പെടുകയാണ്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപലകയായി മാറുന്നുണ്ടോ? ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന നിലയിൽ കണക്കാക്കപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. ഇതിനെ സെമി പോരാട്ടം എന്ന് വിലയിരുത്തുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട്. അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായ സൂചികയായി തന്നെ കണക്കാക്കേണ്ടതായി വരും. അപർണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി സർക്കാരിന് ബാക്കിയുള്ളത് 5 മാസങ്ങൾ തന്നെയാണ്. അവിടെ തിരുത്തലുകൾ വരുത്തി സർക്കാരിന് ചിലപ്പോൾ മുന്നോട്ട് പോകേണ്ടതായി വരാം എന്ന സൂചന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ഇടതുമുന്നണിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കൊല്ലത്തും ഇടതുമുന്നണിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ 2 ജില്ലാ പഞ്ചായത്തുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ ഈ 2 കോർപ്പറേഷനുകളിലും ഇടതുപക്ഷം പിന്നിലേക്ക് പോകുന്നു. പത്തനംതിട്ട ഇത്തവണ UDF തിരിച്ചു പിടിക്കുന്നു. ആ പ്രതീക്ഷ UDF നേരത്തെ തന്നെ പങ്കുവച്ചതുമാണ്. ഇങ്ങനെയാണ് ഡേറ്റകൾ നമുക്ക് ഏറ്റവും ഒടുവിലായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അപർണ, കൊച്ചി കോർപ്പറേഷനിൽ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ തരത്തിലുള്ള തിരിച്ചടി LDFനെ സംബന്ധിച്ചുള്ള ഉണ്ടാകുമ്പോൾ മന്ത്രി P രാജീവ് അടക്കമുള്ളവർ വികസനം എടുത്തു പറഞ്ഞുകൊണ്ട് അത്രയും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച സ്ഥലമാണ്. അവിടെ ഇടതുപക്ഷത്തിന്, അതായത് CPMന് മാത്രമല്ല CPIക്കും വലിയ തിരിച്ചടി. കോർപ്പറേഷനിൽ മത്സരിച്ച CPI സ്ഥാനാർത്ഥികളിൽ 8 പേരിൽ 6 പേരും തോറ്റിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടിയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഒരിടത്ത് കൊച്ചി ഈ വലിയ ക്ഷീണമാകുമ്പോൾ കൊല്ലം വലിയ തരത്തിൽ ഒരു മുന്നണിക്ക് പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് എങ്ങനെ ഈ ചെങ്കോട്ട ഇളകി, 45 കൊല്ലം തുടർച്ചയായി ഭരിച്ച ചെങ്കോട്ട എങ്ങനെ ഇളകി എന്ന് ചിന്തിക്കേണ്ടതായി വരും. മുൻ മേയർ ഒക്കെ തോൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊല്ലത്ത് കാര്യങ്ങൾ കടക്കുക. അവിടെ NDAയുടെ വലിയ മുന്നേറ്റം കൊല്ലത്തുണ്ടാവുക, UDF ഇത് തിരിച്ചുപിടിക്കുക. ഈ വലിയ രീതിയിലുള്ള ഒരു വലിയ ക്ഷീണം കൊല്ലത്ത് ഉണ്ടാകുന്നു. അതിനുശേഷം കൊല്ലത്ത് നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കേരള കോൺഗ്രസ് പോലെ ഇടതുപക്ഷം വോട്ട് ബാങ്കുകളിൽ നിന്ന് വലിയ തരത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ പോലും കാലിടുന്ന സാഹചര്യങ്ങൾ, ജോസ് കെ മാണിയുടെ വാർഡ് തൊട്ട് ഇങ്ങോട്ട് നടക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുക. തൃശ്ശൂരിൽ UDFനെ സംബന്ധിച്ചോളം തൃശ്ശൂരിന് അതൊരു മധുര പ്രതികാരമാകുന്നു. പൂരം കലക്കൽ വിവാദമടക്കം UDFന്
ഇന്ത്യക്ക് തല താഴ്ത്തി നിൽക്കേണ്ട പല വിഷയങ്ങളിലും ഉത്തരമില്ലാതെ എന്തുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മുന്നണിക്കകത്ത് പാളയത്തിൽ പടകൊണ്ട് തോറ്റു എന്നുള്ള പരാമർശങ്ങൾ പല നേതാക്കന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിടത്ത് നിന്ന് തിരിച്ചു വരുന്നു UDF എന്ന് പറയുമ്പോൾ അവിടെ അത് രണ്ട് തരത്തിലുള്ള പ്രതികാരമാണ്. അത് ഇടതുപക്ഷത്തിനോട് മാത്രമല്ല, സുരേഷ് ഗോപി ഫാക്ടർ തൃശ്ശൂരിൽ ഇനി ബാക്കിയില്ല എന്ന് NDAയോട് UDFന് പറയാൻ കഴിയുന്ന സാഹചര്യം കൂടി തൃശ്ശൂര് UDF അങ്ങ് എടുത്തു. യെസ്, എന്തായാലും 7 ജില്ലാ പഞ്ചായത്തുകളിലേക്ക് മുന്നേറ്റം നടത്താൻ ഇപ്പോൾ UDFന് സാധിക്കുന്നുവെങ്കിൽ അത് വലിയ ആത്മവിശ്വാസമാണ്. തെരഞ്ഞെടുപ്പ് 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ഘട്ടത്തിൽ വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നു, തെരഞ്ഞെടുപ്പ് ഫലത്തെ നമുക്ക് ഇങ്ങനെ ചുരുക്കാം. UDFനെ സംബന്ധിച്ചിടത്തോളം മിന്നുന്ന നേട്ടം, NDAക്ക് കുതിപ്പ്, അതേസമയം LDFന് തിരിച്ചടി. ഫലത്തിൽ NDA തന്നെ. ഇത് ഏത് തരത്തിലായിരിക്കും അഭിലാഷ, ഏത് തരത്തിലുള്ള പ്രതികരണമാണ് വരിക? അമിത്ഷാ അടക്കം ഇതിനകത്ത് നടത്താൻ പോകുന്ന ഒരു വലിയ പ്രതികരണങ്ങളുണ്ട്. വിയർക്കും, ഇടതുപക്ഷത്തിന് വിയർക്കേണ്ടതായിട്ട്